മധുര കനകത്തിന്റെ എൻട്രിയിൽ തന്നെ ഹലോ ഞാൻ കളവൻ കേശു. അൽസാബിത്തിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഇപ്പോഴുള്ള മോനും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. അന്നും ഹി വാസ് മെച്യൂർഡ്, ഇന്നും ആ മെച്യൂരിറ്റി അവനിലുണ്ട്. നമുക്കാണെങ്കിലും ഒരു ബുദ്ധിമുട്ട്, ഇത് ശരിയാവോ, ചെയ്യാൻ്റെ ബാക്കിയുള്ള നമുക്ക് നോക്കാം. ആ ഒരു സപ്പോർട്ട് സിസ്റ്റം തരിക എന്ന് പറയുന്ന വലിയ കാര്യം. അവൻ്റെ ഒരു മെച്യൂരിറ്റിനെക്കാട്ടിലും കൂടുതൽ മെച്യൂർഡ് ആയിട്ടുള്ളതാണ്. പക്ഷെ ഒരിക്കലും ഒരു തന്തവൈബും ഇതൊന്നും അല്ല. വെരി സൂപ്പർ കൂൾ പേഴ്സൺ. എല്ലാ കാര്യവും സ്പോർട്ടിംഗ് ആയിട്ട് എടുക്കാൻ കഴിവുള്ള ഒരു കുഞ്ഞാണ്. എനിക്ക് അതൊരു ഫാമിലി തന്നെയാണ്. ഓട്ടോമാറ്റിക്കലി 4:30 നമ്മൾ എണീറ്റുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു എനർജിയാണ് നമുക്ക് ഉപ്പുമുളകും. എനിക്ക് അവിടെ പോവാൻ തന്നെ ഭയങ്കര ഇഷ്ടമാണ്, വർക്ക് ചെയ്യാനും ഭയങ്കര ഇഷ്ടമാണ്. അവരെന്ത് ഇഷ്ടത്തോടെയാണ് നമ്മളെ കനകം എന്ന് വിളിക്കുമ്പോൾ, കനകാൻറ്റി എന്നൊക്കെ വിളിച്ച് കുഞ്ഞുങ്ങൾ വരുമ്പോൾ. AR റഹ്മാന്റെ പാട്ടുകൾ ഭയങ്കര ഇഷ്ടമല്ലേ? AR റഹ്മാന്റെ കട്ട ഫാനാണ്. എനിക്ക് കുക്ക് ചെയ്യണമെങ്കിൽ AR റഹ്മാനോ അല്ലെങ്കിൽ നമ്മുടെ വിനീത് ശ്രീനിവാസനോ എൻ്റെ വീട്ടിൽ വരണം എന്നുള്ള പോലെയാണ്. ഇപ്പം നമ്മളിപ്പോൾ എങ്ങനെയൊക്കെ ചെയ്താലും ബാലുചേട്ടൻ, നീല ചേച്ചി, അതിൻ്റെ സപ്പോർട്ട് സിസ്റ്റത്തിലാണ് നമ്മൾ ഈ ഉപ്പുമുളകും പോകുന്നത്. സോ അന്ന് ഉണ്ടായിരുന്ന അതേപോലെ തന്നെയാണ് ഇപ്പോഴും വർക്ക് ചെയ്യുന്നത്. തിരക്കൊക്കെ കഴിഞ്ഞ് അവർ തിരിച്ചു വരും. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633388575. നമസ്കാരം, വെൽക്കം ടു ജാങ്കോ സ്പേസ്. ഇറ്റ്സ് മീ ശ്രീനാഥ് കെ ജനാർദ്ദനൻ. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ അടുത്തൊരു ഗസ്റ്റ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ ഗസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും വ്യത്യസ്തമായിട്ടുള്ള അഭിനയം കൊണ്ട് നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, ഭയങ്കര ഒരു നിഷ്കളങ്കത്തൊക്കെ ഫീൽ ചെയ്ത ഒരു ആക്ട്രസ്സാണ് മധുര കനകം, നമ്മുടെ രോഹിണി രാഹുൽ. നമസ്കാരം, വെൽക്കം ടു അവർ ഷോ. നമ്മുടെ ഉപ്പുമുളകിലെ മധുര കനകമാണ് എൻ്റെ മുമ്പിലുള്ളത്. എങ്ങനെയുണ്ട് ഷോസ് ഒക്കെ? എങ്ങനെ പോകുന്നു? അടിപൊളിയായിട്ട് പോകുന്നു. ഇപ്പം ഞാൻ കുറച്ച് ദിവസമായിട്ട് ഉപ്പുമുളകും ഫാമിലിയുടെ കൂടെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇടയ്ക്കൊന്ന് റോക്കറ്റിൽ മുകളിലോട്ടൊക്കെ പോകും, പിന്നെ താഴത്തേക്കൊക്കെ വരും. പക്ഷേ അടിപൊളിയായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഉപ്പുമുളക് എപ്പിസോഡൊക്കെ ഇപ്പോൾ രസമായിട്ട് പോകുന്നു. ശരിക്കും ഉപ്പുമുളകിൻ്റെ ഏറ്റവും കൂടുതൽ അറിഞ്ഞു കഴിയുമ്പോൾ ക്യാമറയിൽ കൂടി നമ്മൾ കാണുന്നതിനെക്കാട്ടിയും അടിപൊളിയാണ് അതിൻ്റെ പുറകിൽ നടക്കുന്ന വിശേഷങ്ങൾ. ശരിക്കും അതൊരു ഫാമിലി തന്നെയല്ലേ? സത്യമാണ്. എന്താണ് അവരെ കുറിച്ച് പറയാനുള്ളത്? എനിക്ക് അതൊരു ഫാമിലി തന്നെയാണ്. കാരണം അതിൽ നമ്മളൊരു 10, 35, 40 പേര് ഒരുമിച്ച് വർക്ക് ചെയ്യുന്നു. നമ്മൾ ആഡ്സ് പോലെയല്ലല്ലോ, എന്നും ഒരേ ക്രൂവിനെയാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ അവരൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് പോലെയാണ്. അപ്പോൾ ഈച്ച് ആൻഡ് എവരി വൺ ആ ഒരു വൈബ് ഉണ്ടാവും. രാവിലെ ഒരു ഗുഡ് മോർണിംഗ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, പിന്നെ വൈകുന്നേരം വരെ ആ ഒരു വൈബ്, അത് ഭയങ്കര അടിപൊളിയാണ്. അപ്പം നമ്മൾ എവിടെ വർക്ക് ചെയ്യുമ്പോഴും നമുക്ക് അവിടെ പോകാനുള്ളൊരു ഊർജ്ജം ഉണ്ടാവണമല്ലോ. ഇത് രാവിലെ നമുക്ക് ഷൂട്ടുള്ള ഡേ എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി 4:30 നമ്മൾ എണീറ്റുണ്ടാവും. ബിക്കോസ് അവിടെ പോകാനുള്ള ഒരു ഇൻട്രസ്റ്റ് ആണ്. അവിടെ എത്തണം, 7:30 ആകുമ്പോഴേക്കും നമുക്ക് റെഡി ആവണം. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു എനർജിയാണ് നമുക്ക് ഉപ്പുമുളകും ഇഷ്ടപ്പെട്ട്. ഞാൻ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ എനിക്ക് അവിടെ പോകാൻ തന്നെ ഭയങ്കര ഇഷ്ടമാണ്, വർക്ക് ചെയ്യാനും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ അത് മാത്രമല്ല, നമ്മൾ ആൾക്കാരുടെ ഇടയിൽ വരുമ്പോൾ അവരെന്ത് ഇഷ്ടത്തോടെയാണ് നമ്മളെ കനകം എന്ന് വിളിക്കുമ്പോൾ, കനകാൻറ്റി എന്നൊക്കെ വിളിച്ച് കുഞ്ഞുങ്ങൾ വരുമ്പോൾ അതൊരു വേറെ പ്രത്യേക ഫീലാണ്. ഭയങ്കരമാണ് അത്. എസ്പെഷ്യലി മോൻ്റെ സ്കൂളിൽ അവൻ അറിയാതെ വല്ല കാര്യങ്ങൾക്ക് ഞാൻ പോയി വല്ലവരെയും മീറ്റ് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ, ഓഫീസിലൊക്കെ ഫീ പേയ്മെൻറ്റിനൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് അവന് അപ്പം ഇൻഫർമേഷൻ കിട്ടും, അമ്മ അവിടെ വന്നിട്ടുണ്ട്. പിന്നെ ഒരു പട പിള്ളേരാ കുറേ പേപ്പറുമായിട്ട്, ഒരു ഓട്ടോഗ്രാഫ് തരുമോ ആൻറ്റി, ഒരു ഓട്ടോഗ്രാഫ് തരുമോ ആൻറ്റി. സോ അതൊക്കെ ഒരു ഭയങ്കര ഒരു വൈബാണ്. പിന്നെ വലിയ ഭാഗ്യമാണ് അത്. ഭാഗ്യം ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ആദ്യം ഉപ്പുമുളകിന്റെ ഫസ്റ്റ് ടൈം വരുമ്പോൾ ആ ഒരു ധാവണിയൊക്കെ ചുറ്റി ഒരു അഗ്രഹാരത്തിലെ കുട്ടിയായിട്ടാണ് വന്നത്. ശരിക്കും ഭയങ്കര വ്യത്യാസമുണ്ട് രണ്ടുപേരും തമ്മിൽ. ഇപ്പോഴത്തെ ലുക്കും അപ്പോഴത്തെ ആ ലുക്കും തമ്മിൽ ഭയങ്കര മാറ്റമാണ്. എന്നിട്ടും ആൾക്കാർ തിരിച്ചറിയുന്നുണ്ടായിരുന്നോ നമ്മൾ ആ ഒരു ക്യാരക്ടർ ചെയ്തിട്ട്? ശരിക്കും പറഞ്ഞാൽ അതൊരു ഭയങ്കര നല്ല ചോദ്യമാണ് കേട്ടോ. ആദ്യകാലത്ത് കനകം 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 എന്ന് പറഞ്ഞ ഒരു 100-400 എപ്പിസോഡ് കണ്ണൻ ചേട്ടൻ അത് എഴുതി വെച്ചിട്ടുണ്ട്. സോ ഈ ആൾക്കാർക്കൊക്കെ ഒരു പ്രതീക്ഷയായിരുന്നു, ആരാ വരുന്നതെന്ന്. അങ്ങനെയാണ് ഫൈനലി എനിക്കൊരു ഓപ്പർച്യൂണിറ്റി അതിൽ ചെയ്യാനായിട്ട് കിട്ടുന്നത്. അപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം ഈ 400 എപ്പിസോഡിലും പറഞ്ഞ ഒരാൾ പെട്ടെന്ന് കയറി വരുമ്പോൾ ഭയങ്കര റിസപ്റ്റൻസ് ആയിരുന്നു.
അപ്പോൾ എല്ലാവരും വിചാരിച്ചു ഞാൻ മധുരക്കാരിയാണ്, തമിഴത്തിയാണ്, ഒറിജിനലി ഒരു തമിഴത്തിയാണ്, പേര് കനകം തന്നെയാണ് എന്നുള്ള വിചാരിച്ചു. അന്ന് ഇതുപോലെ ഇൻ്റർവ്യൂസ് ഒന്നും അത്ര കോമൺ അല്ലാത്തത് കൊണ്ടും നോബഡി ന്യൂ ഇറ്റ്, നമ്മളും ഡിസ്ക്ലോസ് ചെയ്തില്ല. അപ്പം എനിക്ക് ഭയങ്കര ഒരു ഹരമായിരുന്നു, അറിയാതിരിക്കട്ടെ, തമിഴത്തെയാന്ന് വിചാരിക്കട്ടെ, നൈസ് നോ, അങ്ങനെ തന്നെ. ഞാൻ അന്നും കമൻസ് മുഴുവൻ വായിക്കും നമ്മൾ ചെയ്യുന്ന എപ്പിസോഡ്സിൻ്റെ. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷം, കണ്ടോ ആർക്കും എന്നെ തിരിച്ചറിഞ്ഞിട്ടില്ല. അപ്പോൾ അതൊരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. പിന്നീട് സ്ലോലി പുറത്ത് നിങ്ങൾക്ക് കനകത്തിൻ്റെ ചായ ഉണ്ട് കേട്ടോ. ഓ ശരിക്കും വിഷമമില്ലേ? ഇത്രയും നല്ലൊരു ക്യാരക്ടർ ഞാൻ ചെയ്തിട്ട് മനസ്സിലാവണല്ലോ, അങ്ങനെയും കൂടി തോന്നൂല നമുക്ക്? ഇല്ല, എനിക്ക് അത് ഭയങ്കര ക്യൂരിയസ്, മീൻസ് എത്ര കാലം ഇങ്ങനെ പിടിച്ചെടുക്കാൻ പറ്റും, അങ്ങനെയുള്ള ഒരു ചൈൽഡിഷ്നെസ് ആയിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. പിന്നെ അപ്പോൾ നമ്മൾ പറയും, പക്ഷെ നിങ്ങൾ അത്ര കളർ ഇല്ലല്ലോ അതിൽ. അത് ജയൻ ചേട്ടൻ ഉണ്ടായിരുന്നു, നൗ ഹി ഈസ് നോ മോർ. അപ്പോൾ നമ്മൾ ഇപ്പോൾ നമുക്കൊരു ക്യാരക്ടർ കോൺസെപ്റ്റ് ഉണ്ടാവുമല്ലോ, അപ്പോൾ നമ്മൾ ഡാർക്ക് സ്കിൻഡൊക്കെ ആക്കി അങ്ങനെയായിരുന്നു കനകത്തിനെ പോർട്രേ ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഈവൻ ഐ വാസ് വെരി ഹാപ്പി. ആൾക്കാർ തിരിച്ചറിയുന്നില്ലല്ലോ എന്നുള്ളതിൽ ഐ വാസ് വെരി ഹാപ്പി. ഓ അവർ ഒറിജിനലാണ്, അപ്പം നമ്മൾ ചെയ്യുന്നതിൽ കുഴപ്പമില്ല എന്നുള്ളൊരു സന്തോഷം ഉണ്ടാവുമല്ലോ. അങ്ങനെ ഇപ്പൊ പക്ഷേ നോർമൽ ലുക്കിലേക്ക് വന്നു. സെക്കൻഡ് സീസൺ അതെ അതെ, ഇപ്പോഴാണ് ആൾക്കാരൊക്കെ ഭയങ്കരമായിട്ട് ഇപ്പൊ ആൾക്കാർ ചിന്തിക്കണ്ടാവല്ലോ, അപ്പൊ അന്ന് നിങ്ങൾ തന്നെ ആയിരുന്നല്ലേ. പക്ഷെ അത് വലിയൊരു കാര്യം കേട്ടോ, നമ്മൾ ചെയ്തൊരു ക്യാരക്ടർ പുറമെ ഇറങ്ങുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലായില്ലെങ്കിൽ അത്രത്തോളം ആ ക്യാരക്ടർ ആൾക്കാരുള്ളിൽ രജിസ്റ്റർ ആയി എന്നുള്ളതാണ്. ഡെഫിനറ്റ്ലി അതിൽ എനിക്ക് സന്തോഷമാണ്. ഭയങ്കര വലിയ കാര്യമാണ് അത്. അതൊരു എന്താ പറയുക, അതിൽ വിഷമമല്ല, നമുക്ക് അത് അംഗീകാരമായിട്ട് തന്നെ എടുക്കണത്. എന്തായാലും ഇപ്പൊ ശരിക്കും ഇപ്പൊ ഈ ആ മധുരൈ കനകം എന്ന് പറഞ്ഞ ക്യാരക്ടറിലേക്ക് വരുമ്പോൾ ഞാൻ ഇപ്പോഴും കമന്റിൽ നോക്കുമ്പോൾ ഒരുപാട് പേർക്ക് മിസ് ചെയ്യുന്നത് സിനിമയിൽ കമ്പയർ ചെയ്യുമ്പോൾ മേലെപ്പറമ്പിൽ ആൻവീട്ടിൽ ശോഭന ചേച്ചീനെയാണ്. അപ്പോൾ ആ ഒരു കമ്പാരിസൺ ഭയങ്കരമായിട്ട് വരുന്നുണ്ട്. അതും വലിയൊരു കാര്യമാണ്, ഒരു വലിയൊരു കലാകാരി അല്ലേ, അത്രയും നമുക്കൊക്കെ ഇഷ്ടപ്പെട്ടൊരു കലാകാരി. ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് പല ഇൻ്റർവ്യൂവിലും, ഞാൻ ഒന്നുമല്ലാത്ത ഒരു സ്റ്റേജിൽ നിന്ന് പിച്ച് വെച്ച് വന്നതാണ്. ആ തുടക്കത്തിൽ തന്നെ അത്രയും വലിയൊരു കലാകാരിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്കൊക്കെ ശരിക്കും നമുക്ക് വരെ ഒരു പ്രൗഡ് തോന്നും. അയ്യോ, പക്ഷെ ആ കമ്പാരിസൺ നമുക്ക് വെറയോടെ ഞാൻ കാണുന്നുള്ളൂ. ഒരിക്കലും ആനയും ഉറുമ്പും പോലും ഇല്ല, അതിലും ചെറിയ വല്ല ജീവി ഉണ്ടെങ്കിൽ അങ്ങനെ അത്രയേ ഉള്ളൂ. അല്ലാതെ കമ്പയർ ചെയ്യുന്നുണ്ടല്ലോ, അതിലാണ് കാര്യം ഇരിക്കുന്നത്. ശരിക്കും ഈശ്വരാധീനം അല്ലെങ്കിൽ ദൈവഭാഗ്യം, അതല്ലാതെ വേറൊന്നും അതിന് പറയാനില്ല. ബിക്കോസ് ആ കമ്പാരിസൺ ഒന്നും ഞാൻ അർഹയല്ല, അത്ര തന്നെ എനിക്കതേ പറയാനുള്ളൂ. ശരിക്കും വേറൊരു കാര്യം കൂടി, ഈ ഒരു വളർച്ചയുടെ പുറകിൽ കേശുവിൻ്റെ അമ്മയ്ക്ക് ഒരു സ്ഥാനമുണ്ട്. അതെന്തായിരുന്നു? ആക്ച്വലി ഉപ്പുമുളകിലേക്ക് നമ്മൾ വരാനുള്ള കാരണം കേശുവിൻ്റെ അമ്മയായിരുന്നു. എനിക്ക് ആർട്ട് ഫീൽഡുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരാളാണ്. നമ്മുടെ ഫാമിലിയും അങ്ങനെ തന്നെയാണ്. യാദൃശ്ചികമായിട്ട് നമ്മൾ ഒരു റിയാലിറ്റി ഷോയിൽ അപ്പിയർ ചെയ്തു. അതിൻ്റെ സീസൺ 1 ടൈറ്റിൽ വിന്നറായി. അതിന് നന്ദി പറയേണ്ട ഷംനാഥ് പുതുശ്ശേരി സാറോടാണ്. ഏഷ്യനെറ്റിൽ രാരീരം എന്നുള്ളൊരു ഷോ ആയിരുന്നു അത്. അങ്ങനെ എനിക്കൊരു എൻട്രി കിട്ടിയതാ. അന്നത്തെ ഒരു സാഹചര്യം കൊണ്ട് ഞാനത് ചെയ്തു. പിന്നെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല അതിൽ ടൈറ്റിൽ വിന്നർ ആവുമെന്ന്. ഇൻഫാക്റ്റ് ആ ടൈറ്റിൽ വിന്നർ എന്നുള്ള കപ്പ് കിട്ടുമ്പോൾ ഞാൻ കരയാ ചെയ്തത്. ബിക്കോസ് എനിക്ക് ഇതിനൊന്നും അല്ല ഞാൻ വന്നത്, എനിക്ക് മോൻ്റെ ഒരു ചേഞ്ച് കാണാനാണ് വന്നത് എന്നുള്ളത് തന്നെയായിരുന്നു അന്നത്തെ മാനസികാവസ്ഥ. ബട്ട് ആഫ്റ്റർ ദാറ്റ് ഇങ്ങനെ ആഡ്സൊക്കെ വന്നപ്പോൾ ആദ്യം ഒന്ന് മടിച്ചു എടുക്കാണ്ടോ. അപ്പോഴാണ് ആശിഷ് ചിന്നപ്പ എന്ന് പറഞ്ഞിട്ടുള്ള ഡയറക്ടർ എന്നെ കോണ്ടാക്ട് ചെയ്ത് അവരുടെ തേൻ വരിക്കയിൽ ഒരു കേശുവിൻ്റെ അമ്മയായിട്ട് ചെയ്യുമെന്ന്. എനിക്ക് കേശുവിനെ അന്നും ഇന്നും ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്യാം അല്ലേ, ഓക്കെ കേശുവിനെ ഒന്ന് കാണാമല്ലോ എന്ന് പറഞ്ഞ് ഞങ്ങളത് ചെയ്തതാണ്. അവിടെ നിന്ന് ഇങ്ങനെ ഏകദേശം ഇവർ പറഞ്ഞു വെച്ചിട്ടുള്ളൊരു രൂപവും ഇതൊക്കെ മേ ബി ചേച്ചിക്ക് തോന്നിയിട്ടുണ്ടാവും, ബീന ചേച്ചിക്ക്. അപ്പോൾ പറഞ്ഞു, തനിക്ക് തമിഴ് അറിയുമോ ചോദിച്ചു. താൻ പാലക്കാടല്ലേ? പിന്നെ തമിഴ് അറിയാം, ഒരു കാര്യം ചെയ്യും, നാളെ ഒന്ന് ലൊക്കേഷനിലേക്ക് വാ. ഓക്കെ, അവിടെ നമ്മൾ ഒരാളെ ഇങ്ങനെ ഒരു ക്യാരക്ടറിനെ ഇങ്ങനെ തേടിക്കൊണ്ടിരിക്കുകയാണ്, അപ്പോൾ ഒന്ന് വരുമോ എന്ന് ചോദിച്ചു. അങ്ങനെ ഞങ്ങൾ വന്നപ്പോൾ ഉണ്ണികൃഷ്ണൻ സാറുണ്ടായിരുന്നു. തമിഴ് അറിയുമോ എന്ന് എനിക്ക് ചോദിച്ചു. യെസ് അറിയാം, പറയുമോ പറഞ്ഞു. അയ്യേ ഈ തമിഴൊന്നും പറ്റില്ല കേട്ടോ, ചെന്നൈ തമിഴ് പറയൂ പറഞ്ഞു. അറിയണ പോലെയൊക്കെ പറഞ്ഞു. അപ്പോൾ ചെന്നൈയിൽ ഞാൻ വർക്ക് ചെയ്യായിരുന്നു. അപ്പം അറിയണ പോലെ ഒന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ ആഴ്ച ഷൂട്ടിന് വരും. 2 ദിവസം കഴിഞ്ഞത് ധാവണിയാണ് കോസ്റ്റ്യൂം. അങ്ങനെ പിന്നെ ഒരു ഞെട്ടലായിരുന്നു. അവിടെ തൊട്ട് പിന്നെ നടന്ന ചരിത്രം എന്ന് പറയുന്നത് പിന്നെ നടന്നൊരു ചരിത്രമായിരുന്നു. അങ്ങനെയാണ് ഉപ്പുമുളകിൻ്റെ സെറ്റിലേക്ക് വരുന്നത്, ചൂടുവെക്കുന്നത്. ശരിക്കും അവിടെ വന്നതിന് ശേഷം ഉണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെ? ഉപ്പുമുളകിലേക്ക് വന്ന് ജോയിൻ ചെയ്തതിനു ശേഷം
ഇതിൽ ഏറ്റവും വലിയൊരു കാര്യം എന്താ വെച്ചാൽ ഇതിൽ സ്ക്രിപ്റ്റ് കണ്ണൻ ചേട്ടൻ എഴുതുന്ന കനകം എന്നുള്ള ക്യാരക്ടർ പറഞ്ഞ് വെച്ച് ആൾക്കാർക്ക് ആരാണ് ഇത് ചെയ്യുക എന്നുള്ള ആ ഒരു പോയിന്റിലാണ് ഞാൻ എൻട്രി വരുന്നത്. അപ്പോൾ 2 എപ്പിസോഡാണ് ഞാൻ ആ കൊല്ലം ചെയ്തിരിക്കുന്നത്. കനകം വന്നു, അച്ഛൻ്റെ കൂടെ വന്നു, തിരിച്ചു പോയി. ഇത് 2 ചെയ്തിട്ടുള്ളൂ. പക്ഷേ അതിന് കിട്ടിയ അംഗീകാരം ഇറ്റ്സ് ബിയോണ്ട് വേർഡ്സ്. എല്ലാവരും ഇരു കൈയും നീട്ടി ആ ക്യാരക്ടറിനെ സ്വീകരിച്ചു എന്നുള്ളത്. അപ്പം കനകം എന്നുള്ള ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ എക്സെൻട്രിക് ആയിട്ടുള്ള ഒരു, വേണമെങ്കിൽ നമുക്ക് പറയാം അന്ന് കാലത്ത് ഒരു 50 കുറവുള്ള ഒരു ലേഡി, അങ്ങനെയായിരുന്നു കനകം. 50 വേണോ അല്ലെങ്കിൽ 40 ഉള്ളൂ എന്ന് പറയാം. അങ്ങനെ അത്രയും ചൈൽഡിഷ് ആയിട്ടുള്ള ഈ ഒരു ഏജിൽ നമ്മൾ കാണിക്കുന്നു പ്രതീക്ഷിക്കൂ ഇല്ല. അപ്പോൾ എല്ലാം ചൈൽഡിഷ് ആണ് ആൾക്ക്. ഒന്നും എന്നാ ഒരു കാര്യം പറഞ്ഞാൽ പോലും കറക്റ്റായിട്ട് മനസ്സിലാക്കുക പോലും ഇല്ല ആ ക്യാരക്ടർ കേട്ടോ. അങ്ങനെയാണ് ആ ക്യാരക്ടറിനെ പോർട്രേ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഐ വാസ് വെരി ഹാപ്പി ടു ഡു ഇറ്റ്. നമ്മൾ കാരണം ഒരാൾ ചിരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യമല്ലേ. ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അത് ഈ പറയുന്ന പോലെ ഇത്രയും ആണോ, ഭയങ്കര ചൈൽഡിഷാണ്. നമ്മൾ ഇറങ്ങി ഓടും, വേണമെങ്കിൽ കണ്ണാമൂച്ചി കളിക്കും. അങ്ങനെ ഒരു കഥയില്ലാത്തൊരു ലേഡി ആയിട്ടാണ് അതിൽ ആ സ്ക്രിപ്റ്റിൽ നമ്മൾ എഴുതി വെച്ചിരിക്കണം. സോ ഐ വാസ് വെരി ഹാപ്പി ടു ഡു ഇറ്റ്. കാരണം നമ്മൾ പോകുന്നു, എൻജോയ് ചെയ്യുന്നു, തിരിച്ചു വരുന്നു. പക്ഷേ അറ്റ് ദാറ്റ് ടൈം ഇറ്റ് വാസ് നോട്ട് സോ ഈസി. കാരണം എന്താ വെച്ചാൽ നമുക്ക് ക്യാമറ ഫേസ് ചെയ്തിട്ട് പരിചയമില്ല. ആസ് യു നോ, ഇതൊരു സിങ് സൗണ്ടാണ്. പിന്നെ ആക്ഷൻസ് മാറ്റേഴ്സ്, നമ്മൾ എങ്ങനെ നിൽക്കണം, എങ്ങനെ ഇതാക്കണം, ഇതൊക്കെ മാറ്റേഴ്സ് ആയിരുന്നു. അപ്പോൾ ചില സമയത്ത് നമ്മുടെ കൈയും കാലും വിറയ്ക്കും. നമ്മൾ ചെയ്യുന്ന കാര്യം ശരിയാവാതെ ആവുമ്പോൾ എനിക്കൊക്കെ പെട്ടെന്ന് ഒരാൾ എന്തെങ്കിലും ചീത്ത പറഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് സങ്കടം വരും. അപ്പോൾ ആ പോയിന്റിലും എവ്രിബഡി സപ്പോർട്ടഡ് മീ കേട്ടോ. ദ ഹോൾ എൻറ്റയർ ക്രൂ സപ്പോർട്ടഡ് മീ. അതുകൊണ്ടാണ് ആ ക്യാരക്ടർ നമുക്കത് ചെയ്ത് ഫ്രീ ആയിട്ടാണ് ചെയ്തേക്കുന്നത്. ശരിക്കും ഒരു സിനിമയിലൊക്കെ ഒരു ക്യാരക്ടറിന്റെ എൻട്രി കിട്ടുന്ന രീതിയിലാണ് അതിലും എൻട്രി. കാരണം ആ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കനകത്തിന്റെ മാമന്റെ അച്ഛൻ്റെ കോള് വരുന്നു, ബാലുചേട്ടൻ ഓടി നടക്കുന്നു, അവിടെ വിഷയം ഉണ്ടാവുന്നു, ഇതിനിടയിൽ കൂടി ആ എൻട്രി ഒക്കെ അപ്പോൾ ഭയങ്കര രസമായിട്ടാണ്. ശരിക്കും പറഞ്ഞ പോലെ ആ 2 എപ്പിസോഡ് വന്നിട്ട് പോയിട്ടൊരു കുറച്ച് നാളത്തേക്ക് അതിൻ്റെ എഫക്റ്റ് ഉണ്ടായിരുന്നു. എക്സാക്ട്ലി, അത് വലിയൊരു തുടക്കം തന്നെയായിരുന്നു. ശരിക്കും ഇതെല്ലാം നീങ്ങി വെച്ച് കഴിഞ്ഞാൽ കലാപരമായ ജീവിതത്തിൻ്റെ ഒരു തുടക്കം അവിടെ നിന്നാണ്. അത് നമ്മുടെ ഏഷ്യാനെറ്റിൻ്റെ രാരി രാരീരം തന്നെ ആ റിയാലിറ്റി ഷോ ആണ്. അന്ന് നമുക്ക് കുറേ ടാസ്ക് ഉണ്ടായിരുന്നു, നമുക്ക് സ്കിറ്റ്സ് ഒക്കെ ചെയ്യാനുണ്ടായിരുന്നു, ഡാൻസ്, അങ്ങനെ നമുക്ക് എന്തും. അപ്പോൾ അന്ന് എൻ്റെ മോന് 2 വയസ്സാണ്, ഇന്ന് അവൻ 7ാം ക്ലാസ്സിൽ പഠിക്കുക. അപ്പോൾ എൻ്റെ മോൻ ഇങ്ങനെ, എൻ്റെ അച്ഛൻ പെട്ടെന്ന് മരിച്ചിട്ട് അതിൻ്റെ ഒരു ഷോക്കിൽ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ കുട്ടി ഓൾറെഡി ഇത്തിരി സ്ലോ ആണ്. അപ്പം കൂടുതൽ ബുദ്ധിമുട്ടായി തുടങ്ങിയപ്പോൾ എൻ്റെ മദറിൻലോ ഒരു ദിവസം ഒന്ന് കൊണ്ടുപോയി, ഇങ്ങനെ കുറേ ഇതൊക്കെ ഇല്ലേ കുട്ടികളെയൊക്കെ കാണാമല്ലോ, ഞാനൊന്ന് അപ്ലൈ ചെയ്തിട്ടുണ്ട്, ഒന്ന് പോയി നോക്കൂ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ മദറിൻലോ കാരണമാണ് നമ്മൾ ഇതിലേക്ക് എത്തിയത്. അപ്പോഴും ഓഡീഷന് പോകുമ്പോൾ നമ്മൾ അവിടെ പോയി മറ്റേ കോഴിക്കോടുള്ള മഹാറാണിയിലായിരുന്നു അതിൻ്റെ ഓഡീഷൻ. നമ്മൾ തലേ ദിവസം പോയി താമസിച്ച്, നമുക്ക് ഇത് ഒരു ഓഡീഷൻ അല്ല, കുഞ്ഞിനൊരു ചേഞ്ച് കൊടുക്കുക എന്നുള്ളത്, മിങ്കിൾ ചെയ്യട്ടെ എന്നുള്ളതിലായിരുന്നു. സ്വപ്നത്തിൽ പോലും അതിലൊരു എൻട്രി കിട്ടുമെന്ന് വിചാരിച്ചിട്ടില്ല, വേണ്ടും വേണ്ടായിരുന്നു. അന്ന് ശംനാഥ് സാർ എന്നെ വിളിക്കുമ്പോൾ ഞാൻ ഫസ്റ്റ് തിങ് പറഞ്ഞത്, സാർ ഞാൻ ബാക്ക് ഔട്ട് ചെയ്യട്ടെ. എന്തുകൊണ്ട്? എനിക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം ഞാൻ ഈ ഒരു പർപ്പസിനല്ല വന്നത്. എനിക്ക് മോന് ഒരു ചേഞ്ച് എന്നുള്ളതിൽ വന്നതാ. ഞാൻ ഇത് അതുകൊണ്ട് ഒന്ന് അറ്റൻഡ് ചെയ്തു, അവനിലൊരു സന്തോഷം കാണാൻ, അത്രയേ ഉള്ളൂ. ഷാൽ ഐ ബാക്ക് ഔട്ട്? റോഹിണി, യു കനോട്ട് ഡൂ ദാറ്റ്. കാരണം ഞങ്ങൾ 8,000 പേരിൽ നിന്ന് ഞങ്ങൾ 30 കണ്ടസ്റ്റൻസിനെയാണ് എടുത്തിരിക്കണേ. ഹൗ ക്യാൻ യു ഡൂ ദാറ്റ്? എനിക്ക് അന്ന് ആരാ എന്നോട് സംസാരിച്ചതെന്നറിയില്ല, പിന്നീട് ശംനാഥ് സാറാണ് സംസാരിച്ചത്. അപ്പോൾ യു കനോട്ട് ഡൂ ദാറ്റ്, നീ ഒരു ദിവസം ഒന്ന് വരണം, ആ ഒരു ഫസ്റ്റ് ഡേ വരൂ, എന്നിട്ട് നമുക്ക് നോക്കാം. ഞാനും അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഭയങ്കര സപ്പോർട്ടിങ് പേഴ്സണാണ്. ഞാനാണെങ്കിൽ ഭയങ്കര ഇമോഷണലി ഭയങ്കര വീക്കായിട്ടുള്ളൊരു പേഴ്സൺ ആയിരുന്നു. ഓക്കെ, ആഫ്റ്റർ മാരേജ് ആണ് കുറച്ചെങ്കിലും ഒരു ധൈര്യമൊക്കെ എനിക്ക് ഉണ്ടായത്. സോ ഒന്നാമത് ഈ ചൈൽഡ് ബർത്ത് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടും അങ്ങനെയൊക്കെ ആയിട്ട് എനിക്ക് കിട്ടിയ ഒരു മോൻ തന്നെയാണ്. അപ്പോൾ അവനിലൊരു ചേഞ്ച് കാണാൻ, അവൻ മാറ്റം ഉണ്ടാവുകയാണെങ്കിൽ നല്ലതല്ലേ. നമുക്കിപ്പോൾ സ്കൂളിൽ ചേർക്കാനുള്ള പ്രായമായിട്ടില്ലല്ലോ, 2 വയസ്സല്ലേ. അപ്പം ദിസ് ഈസ് എൻ ഓപ്പർച്യൂണിറ്റി, നമുക്കൊന്ന് പോയി നോക്കാം. പറ്റില്ല എന്ന് കണ്ടാൽ നമുക്ക് അപ്പം തിരിച്ചു വരാം, നീ വാ. അങ്ങനെ പറഞ്ഞിട്ടാണ് മദറിൻലോവും ഹസ്ബൻഡും കൂടെ ഞങ്ങൾ ആ ഓഡീഷന് അവർ വിളിച്ച് നെക്സ്റ്റ് ഡേ പോകുന്നത്. അപ്പോൾ അവർ പറഞ്ഞു,
ഒരു ദിവസം ഇന്ന് വന്നില്ലേ, അടുത്ത ദിവസം ഒന്ന് വരും, നോക്കാലോ, വിൽ പ്രൊവൈഡ് യു ഓൾ തിങ്സ്, യു ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. അങ്ങനെ ഞങ്ങളുടെ ജേർണി ഇറ്റ് വെൻറ്റ് ഓൺ ടു 8 months. അങ്ങനെ വി ഫൈനലി ബിക്കേം ദ ടൈറ്റിൽ വിന്നർ. അതിൻ്റെ റീസൺ മോൻ 0-ൽ നിന്ന് ഹി വാസ് എ പെർഫോമർ, ഹി വാസ് ആക്ടിങ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല, ഒരു തട്ടത്തിൻ മറയത്തിൻ്റെ സ്ക്രിപ്റ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, ഉമ്മച്ചിക്കുട്ടി. അത് മോനാ ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് അത് ഭയങ്കര ഹിറ്റുമായിരുന്നു. അപ്പോൾ അവനിലുണ്ടായിരുന്ന മാറ്റം കാണുമ്പോൾ അവന് വേണ്ടി എന്തും ചെയ്യാൻ ഞാൻ തയ്യാറായിരുന്നു. അന്ന് അവിടുന്ന് ഡാൻസ് അറിയാത്ത ഞാൻ ഡാൻസ് ചെയ്തിട്ടുണ്ട്, പാട്ട് പാടിയിട്ടുണ്ട്, സ്കിറ്റ് ചെയ്തിട്ടുണ്ട്. സോ അവിടെ നിന്നാണ് നമുക്ക് ഈ അഭിനയിക്കാം എന്നുള്ള സാധനം അവർ പറഞ്ഞിട്ടാണ് നമുക്കറിയുന്നത്. അപ്പോൾ ഒട്ടും ബോൾഡ് അല്ലാത്ത ലേഡി ആയിട്ടുള്ള ഞാൻ, എൽസി ഉമ്മൻ ഇന്നും പറഞ്ഞത് എൻ്റെ ചെവിയിലുണ്ട്, ഓക്കെ, യു ആർ എ വെരി ബോൾഡ് ലേഡി റോഹിണി, യു ക്യാൻ ഡു എനിത്തിങ്. ആ ഒരു വാക്ക് എൻ്റെ ജീവിതത്തിൽ വലിയ പ്രചോദനമായിരുന്നു. തീർച്ചയായിട്ടും. അതുകൊണ്ട് മാറ്റം ഉണ്ടായിരിക്കുന്ന 2 മാറ്റങ്ങളാണ്. ഒന്ന്, നമ്മുടെ മോൻ അവിടുന്ന് അവനും വലിയൊരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. ആ മാറ്റം ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഇപ്പുറത്ത് എടുത്തേക്കുന്ന എഫേർട്ട്, ചെയ്യാത്ത ഡാൻസ് ആയിക്കോട്ടെ, പാട്ടോ, എല്ലാം മോന് വേണ്ടിയിട്ട്. പക്ഷേ ഫൈനലി അത് ആത്മാർത്ഥമായിട്ട് ചെയ്തുകൊണ്ട് അതിൻ്റെ ടൈറ്റിൽ വിന്നർ വരാൻ പറ്റി. അത് വലിയൊരു കാര്യം തന്നെയാണ്, ശരിക്കും ഒരു ഭാഗ്യമാണ്. സത്യം പറഞ്ഞാൽ എൻ്റെ മോൻ്റെ മൈൽ സ്റ്റോൺ തന്നെ ആ ഒരു പ്രോഗ്രാം തന്നെയാണ്. അവിടെ നിന്നാണ് പിന്നെ ഫ്ലവേഴ്സിലേക്ക് നമ്മൾ വരുന്നത്. അപ്പം ഈ പറയുന്ന പോലെ ആഡ്സ് വന്നപ്പോഴും മറ്റ് മൂവീസ് വന്നപ്പോഴും ഒക്കെ എനിക്ക് പേടിയായിരുന്നു. ഇത് നമ്മൾ ഒരാവശ്യത്തിന് ചെയ്തു, ഇനി നമുക്ക് വേണ്ട, നമുക്ക് വിടാം, ഇത് വേണ്ട, വിട്ടേക്കാം എന്നുള്ളതിൽ, വേണ്ട നീ കംഫർട്ടബിൾ എല്ലാം ഉണ്ട്, അല്ലെങ്കിൽ നീ ചെയ്യണ്ട, അങ്ങനെയായിരുന്നു എൻ്റെ ഹസ്ബൻഡും പറഞ്ഞത്. അപ്പോൾ ആ ക്രൂവിലുള്ള രാജേഷ് ആർ നാഥ് എന്നുള്ള ഞങ്ങളുടെ എല്ലാ മീൻസ് മോനെ കൊണ്ടുപോകുന്നതൊക്കെ, എടോ ഫ്ലവേഴ്സിൻ്റെ ഒരു പ്രൊമോ ഉണ്ട് വീട്ടമ്മയുടെ, താൻ വീട്ടമ്മ ചെയ്യോ? ഞാൻ പറഞ്ഞു ഇല്ല, ഇത് തന്നെ ഞാൻ ഇത് ചെയ്ത്, താൻ എനിക്ക് വേണ്ടി ആ പ്രോമോ ഒന്ന് ചെയ്തു തരണം ഫ്ലവേഴ്സിൻ്റെ. ഞാൻ പറഞ്ഞു എന്താണ് രാജേട്ടൻ, നിങ്ങൾക്ക് എന്നെ അറിയണമല്ലേ, നിങ്ങളിങ്ങനെ പറയരുത് കേട്ടോ. പറഞ്ഞപ്പോഴാണ് രാജേട്ടൻ പറഞ്ഞു, ഒറ്റ ദിവസത്തെ കാര്യമേ ഉള്ളൂ, നീ ഒന്ന് വന്ന് ചെയ്തിട്ടിപ്പോൾ ഒരു 30 സെക്കൻഡ് ആഡ്, നീ ഒന്നും അറിയണ്ട, ഞാൻ പറയണ പോലെ ചെയ്താൽ മതി, ദാറ്റ്സ് ഇറ്റ്, നീ വാ. അങ്ങനെ ഫ്ലവേഴ്സിൻ്റെ പ്രോമോ ആയിരുന്നു ദ ഫസ്റ്റ് ആഡ് ഷൂട്ടിലേക്ക് ഞാൻ ചെയ്യുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഗ്രഹലക്ഷ്മിയുടെ ഒരു തലവേദന എന്ന് പറയുന്ന ഒരു സീരീസിൽ മനു മാധവൻ എന്ന് പറയുന്ന ഒരു ഡയറക്ടർ വിളിച്ചിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ട് തനു ബാലക് എന്ന് പറയുന്ന ഡയറക്ടർ PRSൻ്റെ ആഡായിരുന്നു ഫസ്റ്റ് കമേഴ്ഷ്യൽ വാട്ട് ഐ ഹാവ് ഡൺ. ഓക്കെ, അവിടെ നിന്ന് ഞാൻ ഇന്ന് 72 ആഡ്, അതെ 72 ആഡ് ഞാൻ ചെയ്തു. അതിൽ അക്കാലത്ത് ഏറ്റവും ഹിറ്റായിരുന്നു റെജി സാർ ചെയ്ത പങ്കജകസ്തൂരി, അതും തനു സാറിന്റെ ക്രൂ തന്നെയാണ്. എല്ലാവരുടെ ഇടയിലേക്ക് എത്തിയൊരാളാണ് ഭയങ്കരമായിട്ട്. ഇപ്പൊ നമ്മൾ സീരിയലുകളൊക്കെ കണ്ട് ആൾക്കാരുടെ ഉള്ളിലേക്ക് ക്യാരക്ടറുകൾ എത്തുന്ന പോലെ പങ്കജകസ്തൂരി ഭയങ്കരമായിട്ട് കയറിയതാണ്. അങ്ങനെ 3 കൊല്ലം ഞാൻ അവരുടെ ബ്രാൻഡ് അംബാസിഡറായി. ഒരു തുടക്കക്കാരിക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു അവസരമായിരുന്നു അത്. തീർച്ചയായിട്ടും. അവിടുന്ന് എന്തായാലും വെച്ചേക്കുന്ന കാലുകളെല്ലാം നല്ല നല്ല പടവുകളാണ്. ജീവിതത്തിന്റെ ഓരോ സ്റ്റെപ്പും ഓരോ ഉയർച്ചയിലേക്കുള്ള പടവുകൾ തന്നെയാണ് കടന്നിട്ടുള്ളത്. ശരിക്കും ഭാഗ്യം, ഭാഗ്യം തീർച്ചയായിട്ടും. മാത്രമല്ല എന്തിനും സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ഹസ്ബൻഡും അതുപോലെ അമ്മയും എല്ലാവരും കൂടെ ഉള്ളതുകൊണ്ട് തന്നെ ശരിക്കും ഇതൊക്കെ അച്ഛനൊക്കെ എവിടെയെങ്കിലും ഇരുന്ന് കാണുന്നുണ്ടാവും. ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല എൻ്റെ മകൾ ഈ ഒരു മേഖലയിലൂടെ, അല്ലേ? ചെറുപ്പത്തിലെ അങ്ങനെ അച്ഛനൊരു ആഗ്രഹം ഉണ്ടായിരുന്നോ? അതായത് ഞാൻ ചെറുപ്പത്തിൽ അതായത് ചെറുപ്പത്തിൽ ഞാൻ എന്ത് ചെയ്യുമ്പോഴും ഇപ്പോൾ ഒരു പാട്ട് പാടിയാലും ഭയങ്കര അപ്രിഷ്യേറ്റ് ചെയ്യുന്ന ഒരു അച്ഛനായിരുന്നു. ഐ എം എ വെരി ബ്ലെസ്ഡ് ഗേൾ ടു ഗെറ്റ് എ ഫാദർ ആൻഡ് എ മദർ ലൈക്ക് ദിസ്. സത്യം നമ്മൾ പറയില്ലേ, ഏറ്റവും വലിയ എൻ്റെ ആദ്യത്തെ ബ്ലെസ്സിങ് എന്ന് പറയുന്നത് എൻ്റെ അച്ഛനും അമ്മയും തന്നെയാണ്. അപ്പോൾ ഒരു പാട്ട് പാടി ഒരു സമ്മാനം കിട്ടിയാൽ ഹി വാസ് വെരി ഹാപ്പി. അതെ, എൻ്റെ മോളില്ലേ ഇത് ചെയ്ത് എല്ലാം. ഞങ്ങൾ വെരി ബിഗ് ഫാമിലിയാണ് കേട്ടോ. അച്ഛൻ്റെ സൈഡാണെങ്കിലും അമ്മയുടെ സൈഡാണെങ്കിലും വി ആർ എ വെരി ബിഗ് ഫാമിലി. നമ്മൾ ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊരു 300 ആളുണ്ടാവും, അത്രയും വലിയ ഫാമിലിയാണ്. സോ എവ്രിവെയർ ഹി ഗോസ് ആൻഡ് ടെൽസ്, അയ്യോ എൻ്റെ മോൾക്ക് കിട്ടി. പിന്നെ ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒരു മക്കളരംഗം എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഇങ്ങനെ ഒരു ഡിബേറ്റ് ഷോ, അപ്പോൾ വിഷു സാറാണ് അത് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കോളേജിൽ നിന്ന് ഐ വാസ് സെലക്റ്റഡ് മലയാളിയായിട്ട് തമിഴ് പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ സ്ത്രീകൾ വർക്ക് ചെയ്യണം എന്നുള്ള ടോപ്പിക്കായിരുന്നു. അപ്പോൾ അതിലെനിക്ക് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഹി വാസ് സൂപ്പർ എക്സൈറ്റഡ് എവ്രിവർ. നോക്കൂ, ഇന്ന് എൻ്റെ മോളുടെ പ്രോഗ്രാം വരുന്നുണ്ട്, എല്ലാവരും കാണണേ. അത്രയ്ക്കും എക്സൈറ്റഡ് ആയിരുന്നു നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും. അപ്പോൾ ആ ഒരു ബ്ലെസ്സിങ് തന്നെയാണ് എൻ്റെ ഡ്രൈവിംഗ് ഫോഴ്സ് ഇന്നും. അച്ഛൻ്റെ ബ്ലെസ്സിങ് തന്നെയാണ്
ഇന്ന് ഞാനിവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ആ ബ്ലെസ്സിങ്. തീർച്ചയായിട്ടും. എന്തായാലും എന്താ പറയുക, പലരും നമ്മുടെ കൂടെയുള്ളവരൊക്കെ നമ്മളെ വിട്ട് പോകും, നമ്മളൊരു ദിവസം പോകുമെന്ന് പറയുന്ന പോലെ തന്നെ സാഹചര്യം കൊണ്ട് ഒരു ദിവസം അച്ഛനങ്ങ് നമ്മളെ വിട്ടു പോയി. പക്ഷേ എങ്കിലും അച്ഛൻ്റെ ആഗ്രഹവും ആ പ്രാർത്ഥനയും അത് ഭയങ്കരമായിട്ട്, ആ ഒരു ബ്ലെസ്സിങ് ഭയങ്കരമായിട്ട് കിട്ടിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ അച്ഛൻ ആ പോയതിന് ശേഷം അവിടെ നിന്നുണ്ടായ ഒരുപാട് മാറ്റങ്ങളാണ് ചിലപ്പോൾ ഇവിടെ കൊടുന്നിരുത്തിയിട്ടുണ്ടാവുക. ശരിക്കും ഇന്ന് ഞാൻ വിചാരിക്കണം, ഓരോ ആഡ് ചെയ്യുമ്പോഴും ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്, കാണുണ്ടാവും എന്നാണ് ഇന്നും എൻ്റെ വിശ്വാസം. ഇന്നിവിടെ ഇരുന്ന് ഞാൻ സംസാരിക്കുന്നത് കണ്ട് സന്തോഷിക്കുന്നുണ്ടാവും ഉറപ്പായിട്ടും. എനിക്ക് 150% ഉറപ്പാണ്. ദാറ്റ് ഈസ് മൈ ഡ്രൈവിംഗ് ഫോഴ്സ് ഇന്നും എന്നും. തീർച്ചയായിട്ടും എന്നും ഉണ്ടാവും, ഇനിയും ഉണ്ടാവും, അങ്ങോട്ട് തുടരെ. എന്തായാലും ശരിക്കും ഇപ്പോൾ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ ഒരിക്കൽ ഇപ്പോൾ ഞാൻ കനകം എന്നുള്ള പേര് യൂസ് ചെയ്യട്ടാ, കനകം ഭയങ്കര രജിസ്റ്ററായി. ഇപ്പോൾ കനകത്തിനെ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ ഓരോരുത്തരും കനകത്തിന് വേണ്ടി, കനകത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അത് ഉറപ്പാണ്. പിന്നെ അത്രയും സിമ്പിളായിട്ടുള്ള ഒരാളെ മുമ്പിലിരിക്കും. നമ്മൾ പല ആളുകളെയും കാണുമ്പോൾ നമ്മൾ മുമ്പിൽ ചെയ്തേക്കുന്ന കഥാപാത്രങ്ങളും ചിലപ്പോൾ ആളുകളുടെ കഥാപാത്രങ്ങളും തമ്മിൽ ഭയങ്കര വ്യത്യാസം ഉണ്ടാവും. ശരിക്കും മധുര കനകം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇന്നസെൻ്റായിട്ട് നിഷ്കളങ്കമായിട്ടുള്ള അധികം ലോകം കാണാത്ത രീതിയിലുള്ള ഒരു ക്യാരക്ടറായിരുന്നു. ശരിക്കും നമ്മുടെ മുമ്പിലിരിക്കുന്നത് അങ്ങനെ തന്നെ കേട്ടോ, ഭയങ്കര കൂളായിട്ടുള്ള ഒരു കനകമാണ്. ഞാൻ ഇങ്ങനെ ആലോചിക്കായിരുന്നു എങ്ങനെയായിരിക്കും നമ്മൾ സംസാരിച്ച് തുടങ്ങുമ്പോൾ. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് നേരിട്ട്, സംസാരിച്ച് തുടങ്ങുമ്പോൾ. പക്ഷേ ഭയങ്കര കൂളാണ്. എന്തായാലും അടിപൊളി. ഈ ഒരു എന്താ പറയുക, ഒരിക്കൽ ഒരാൾ ഇപ്പോൾ എന്താ പറയുക ഒരു ഷോയിൽ വന്നു, റിയാലിറ്റി ഷോയിൽ നിന്ന് അടുത്തൊരു ആഡിലേക്ക് നിർബന്ധപൂർവ്വം വിളിക്കുകയാണെങ്കിൽ ആ ക്യാരക്ടർ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും, നമ്മുടെ കഴിവിനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഇത് രണ്ടും ഒരേപോലെ മുമ്പോട്ട് കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമല്ല. ഈ പറഞ്ഞ അച്ഛനും അമ്മയൊക്കെ കാണിച്ചേക്കുന്ന ആ വഴി അതിലൂടെ സഞ്ചരിക്കുന്നതുകൊണ്ടായിരിക്കും. നല്ല കാര്യം, അടിപൊളി, മുമ്പോട്ട് പോട്ടെ. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് AR റഹ്മാന്റെ പാട്ടുകൾ ഭയങ്കര ഇഷ്ടമല്ലേ? ഞാൻ AR റഹ്മാന്റെ കട്ട ഫാനാണ്. എനിക്ക് കുക്ക് ചെയ്യണമെങ്കിൽ AR റഹ്മാനോ അല്ലെങ്കിൽ നമ്മുടെ വിനീത് ശ്രീനിവാസനോ എൻ്റെ വീട്ടിൽ വരണം എന്നുള്ള പോലെയാ. അടിപൊളി. ഇത് അവർ കേൾക്കണം. ഒരു വീട്ടിൽ അടുപ്പ് പോകണത് നിങ്ങൾ രണ്ടുപേരും കാരണം, വിനീത് ശ്രീനിവാസനും AR റഹ്മാനും. രാവിലെ മുതൽ നമ്മൾ സുപ്രഭാതത്തിൽ തുടങ്ങുമ്പോൾ ഞാൻ എപ്പോഴും അങ്ങനെയാണ്. ഒരു MS സുബലക്ഷ്മി ഡെയിലി രാവിലെ മാം വരും. അങ്ങനെ വരുന്ന ഞാൻ കോമിക്കലായിട്ട് പറഞ്ഞതാണ്. നമ്മൾ ലളിതാ സഹസ്രനാമം ഇതും കേട്ടിട്ട് തുടങ്ങും. പിന്നെ 24 hours ഞാൻ കിച്ചണിൽ എപ്പോഴൊക്കെ ഉണ്ടോ അവിടെ നമ്മുടെ അലക്സ പാടിക്കൊണ്ടിരിക്കും. അത് മിക്കവാറും 90s AR റഹ്മാൻ ഹിറ്റ്സ് തന്നെയായിരിക്കും. അലക്സയ്ക്ക് ഒരു പണി കൊടുത്തോണ്ടിരിക്കുന്നുണ്ടല്ലോ എല്ലാ ദിവസവും. AR റഹ്മാൻ എന്ന് നമ്മുടെ ഒരു സഹചാരിയാണ്. ഇതിൽ ആരെയാണ് കണ്ടേക്കുന്നത് നേരിട്ട്? വിനീത് ശ്രീനിവാസനെ സാറെ കണ്ടിട്ടുണ്ട് ഞാൻ. ആക്ച്വലി ഞാൻ ആ ഒരു ആഗ്രഹത്തിന് പുറത്ത് ചോദിച്ചു വാങ്ങിച്ചൊരു ആഡാണ്. ആംപോക്സിയുടെ ആഡില് സാറെ കാണാൻ വേണ്ടി മാത്രം ഞാൻ ആഡ് ചെയ്തതാണ്. അല്ലേ? എന്താണ് വിനീത് ശ്രീനിവാസനെ കുറിച്ച് എന്താ പറയാനുള്ളത്? അയ്യോ, വെരി ഡൗൺ ടു എർത്ത് പേഴ്സൺ. എനിക്ക് നമ്മുടെ മനസ്സിലുള്ളൊരു ആരാധന ഉണ്ടാവുന്നു. എക്സാക്ട്ലി ദ സെയിം. The way he spoke, very humble. I was super excited to see him. സംസാരമൊക്കെ ഭയങ്കര സോഫ്റ്റ് സ്പോക്കൺ. എനിക്ക് എന്താ പറയുക, ഒരു നിധി കിട്ടിയ പോലെയായിരുന്നു. നമ്മുടെ ഇനി അടുത്ത AR റഹ്മാനെ കൂടി നേരിട്ട് കാണാനുള്ള അവസരം ഉണ്ടാവട്ടെ. അതൊക്കെ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത. അതെ, നമ്മളിപ്പോൾ നമ്മളിരിക്കുന്ന സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ട് ഒരു 10 വർഷം മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ, ബാക്കോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ സ്വപ്നം കാണുന്നതിന്റെ അപ്പുറത്തേക്ക് എത്തിയിരിക്കുന്നത് ഉറപ്പായിട്ടും എന്തായാലും എത്തും. പക്ഷേ ഐ ഡോണ്ട് ഡെയർ ടു ഡ്രീം എന്ന് പറയില്ലേ. നമുക്ക് നേരെ തിരിച്ച് ഉപ്പുമുളകിലേക്കൊന്ന് വരാം. ഉപ്പുമുളകിലേക്കൊന്ന് അതിൽ ഏറ്റവും ഇപ്പം നമുക്ക് എന്താ പറയുക, വന്ന വഴി നോക്കിയാലും എല്ലാം കൊണ്ടും ഭയങ്കര അറ്റാച്ച്മെൻ്റ് ഉള്ള ഒരാളാണ് നമ്മുടെ കേശു അൽസാബിത്ത്. അൽസാബിത്തിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? നമ്മൾ 2017 കാണുമ്പോൾ ഉള്ള മോനും ഇപ്പോൾ ഉള്ള മോനും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. അന്നും ഹി വാസ് മെച്യൂർഡ്, ഇന്നും ആ മെച്യൂരിറ്റി അവനിലുണ്ട്. ഓക്കെ, കുറച്ചുകൂടെ അതായത് അവൻ്റെ പ്രായത്തിൽ കവിഞ്ഞൊരു മെച്യൂരിറ്റി ഐ കുഡ് ഫീൽ. ഓക്കെ, പറയുന്ന കാര്യങ്ങളാണെങ്കിലും ദ വേ ഹി റെസ്പെക്ട്സ് ഈച്ച് ആൻഡ് എവറി പേഴ്സൺ നമ്മൾ കണ്ടുപഠിക്കണം. അപ്രോച്ചസ് ടുവേർഡ്സ് നമ്മുടെ വർക്കിന് എത്രത്തോളം സിൻസിയറായിട്ട് ചെയ്യാൻ പറ്റുമോ ആ സിൻസിയറിറ്റി അവൻ കൊടുക്കും. ഇപ്പം നമുക്കാണെങ്കിലും ഒരു ബുദ്ധിമുട്ട്, ഇത് ശരിയാവോ, ചെയ്യാൻ്റെ ബാക്കിയുള്ള നമുക്ക് നോക്കാം. ആ ഒരു സപ്പോർട്ട് സിസ്റ്റം തരിക എന്ന് പറയുന്ന വലിയ കാര്യമല്ലേ. സോ ഭയങ്കര അടിപൊളിയാണ് ശരിക്കും. നമ്മുടെ മധുര കനകത്തിൻ്റെ എൻട്രിയിൽ തന്നെ ഹലോ കളവൻ കേശു എന്ന് വിളിക്കുന്നത്, ആ പേര് ഭയങ്കരമായിട്ട് മീൻസ് അതിന് മുമ്പേ തൊട്ട് കേശുവിനെ ഇങ്ങനെ പിന്തുടരുന്നുണ്ട്.
അത് റിയൽ ലൈഫിലേക്ക് വന്നപ്പോഴും ഒരുപാട് ആൾക്കാർ കമൻറ്റിൽ കൂടിയൊക്കെ കിളവൻ കേശു അല്ലെങ്കിൽ ഓവർ മെച്യൂരിറ്റി ആണ്, തന്ത വൈബാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കമൻറ്റുകൾ വരുന്നുണ്ട്. ഞാൻ എൻ്റെ മുമ്പത്തെ ഇൻ്റർവ്യൂവിൽ അതിനെക്കുറിച്ച് വിശദമാക്കിയതാണ്. പക്ഷേ കേശുവിനെ കുറച്ചും കൂടി അടുത്തറിയാവുന്ന ആളെന്ന രീതിയിൽ ഞാൻ ചോദിക്കുകയാണ്, ഈ തന്ത വൈബാണ് കിളവൻ കേശു ആണെന്നൊക്കെ ഇങ്ങനെ വിളിക്കുമ്പോൾ എന്താണ് അവരോട് പറയാനുള്ളത്? ഒരിക്കലുമല്ല. അവൻ്റെ ലൈക്ക് ഹീസ് ഓൺലി 15 years of age. അപ്പം അവൻ്റെ ഒരു മെച്യൂരിറ്റിനെക്കാട്ടിലും കൂടുതൽ മെച്യൂർഡ് ആയിട്ടുള്ളതാണ്. പക്ഷെ ഒരിക്കലും ഒരു തന്തവൈബും ഇതൊന്നുമല്ല. ഓക്കെ, വെരി സൂപ്പർ കൂൾ പേഴ്സൺ. എല്ലാ കാര്യവും സ്പോർട്ടിംഗ് ആയിട്ട് എടുക്കാൻ കഴിവുള്ള ഒരു കുഞ്ഞാണ്. പിന്നെ എന്ത് കാര്യമാണെങ്കിലും അതിൻ്റേതായിട്ടുള്ള സീരിയസ്നെസ്സോടെ അവനത് കാണാൻ പറ്റും. അവൻ്റെ വർക്കിൽ ആ സിൻസിയറിറ്റി ആ കുട്ടി കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്ലസ്. ഓഹോ, അടിപൊളി. ശരിക്കും ഇപ്പോൾ ആ ഒരു ഗ്യാങ്ങിൽ നമുക്ക് എടുത്തു പറയാവുന്ന ഒരാളാണ് കേശൂട്ടൻ. പിന്നെ അതേപോലെ തന്നെ അതിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരാളുണ്ട്, നമ്മുടെ പാറുക്കുട്ടി. അതിലും നന്ദൂട്ടി വന്നിട്ടുണ്ട്. അവരുടെ സ്റ്റോറീസ് ഇത് അധികം പറഞ്ഞു കേട്ടിട്ടില്ല. നന്ദൂട്ടിയുടെയും പാറുക്കുട്ടിയുടെയും വിശേഷം എന്ന് പറഞ്ഞു. പാറു ജനിച്ചു വീണത് 6 months മുതലേ ഇവിടെ ഫാമിലിയിലെ അംഗമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരെയും ആ ഒരു റെസ്പെക്റ്റ്, റെസ്പെക്റ്റ് എന്നല്ല പറയാ, എന്താ പറയാ, എല്ലാവരെയും ആ കുട്ടിക്ക് സ്നേഹമാണ്. അതുകൊണ്ട് തന്നെ അപ്പം നമ്മളെയൊക്കെ ആണെങ്കിലും കളിക്കാൻ വിളിക്കും, അങ്ങനെ കളിക്കാൻ പോവാ, ഇതാക്കുക. ഡയലോഗ് ആണെങ്കിലും ദ വേ ഷീ പ്രസൻസ് നമ്മൾ നോക്കി പോവും കേട്ടോ. അത് ലൈക്ക് പറയുന്ന ഒരു രീതി ഉണ്ടല്ലോ, ഭയങ്കര ഇഷ്ടമാണ്. പാറുവിന്റെ ഡയലോഗ് പറയുമ്പോൾ എല്ലാവരും ഒന്ന് നോക്കിക്കുന്നു പറഞ്ഞേക്കാം. ആ ക്രൂ കംപ്ലീറ്റ് എന്താണ് പാറുക്കുട്ടി പറയാൻ പോകുന്നത്, എന്താണ് എക്സ്പ്രഷൻ തരാൻ പോകുന്നത് നോക്കിക്കുന്നു പറഞ്ഞേക്കാം. ആ എക്സ്പ്രഷൻസ്, അതായത് ബോൺ ആക്ട്രസ്, നമ്മൾ ജനിച്ചതേ അങ്ങനെ ആവുമ്പോൾ മോള് കണ്ടു വളർന്നതേ അതാണ്. അതുകൊണ്ട് തന്നെ ആ പറയുന്ന ഡയലോഗ് ഡെലിവറി പോലും നല്ല രസമാണ്. ഞാൻ അഡ്മയർ ചെയ്യാറുണ്ട് ആ കണ്ണൊക്കെ വെച്ച് ഇങ്ങനെ പറയുമ്പോൾ. ഈവൻ ഐ അഡ്മയർ ഹർ ദ വേ ഷീ ഡെലിവേഴ്സ് ദ ഡയലോഗ്സ്. മാക്സിമം എത്ര ദിവസങ്ങൾ നിങ്ങൾ ഒരുമിച്ചുണ്ടാവാറുണ്ട് ഷൂട്ട് കണ്ടിന്യൂ ആയിട്ട് പോകുമ്പോൾ? നമുക്ക് ഒരു 1.5 എപ്പിസോഡ് ആണ് നമ്മൾ ഇതിൽ ചെയ്യാറുള്ളത്. അപ്പോൾ രാവിലെ അപ്പോൾ ഫുൾ ടൈം നമ്മൾ ഇതെന്ന് പറഞ്ഞാൽ ലൈവ് ഡബ്ബിംഗ് അല്ലേ. നമ്മൾ കണ്ണൻ ചേട്ടൻ സ്ക്രിപ്റ്റ് എഴുതി തരുന്നു, നമ്മൾ ആ സ്ക്രിപ്റ്റ് പഠിക്കുന്നു, നമ്മൾ അപ്പം തന്നെ എനാക്ട് ചെയ്യുന്നു. അപ്പോൾ അതിലുള്ള കുറ്റവും കുറവും നമുക്ക് ഡയറക്ടേഴ്സ് കറക്റ്റായിട്ട് പറഞ്ഞു തരും. സോ അതിനനുസരിച്ച് നമ്മൾ തിരുത്തി പോകും. പക്ഷേ ഇതിലെങ്ങനെയാന്ന് വെച്ചാൽ ഇതെല്ലാവരും കൂടിയിട്ടുള്ള ഒരു സിങ്കാണ്. ആ സിങ്കിലാണ് ഉപ്പുമുളകിന്റെ വിജയം. ആ ഒരു ഫാമിലി എന്ന് പറഞ്ഞാൽ ഫാമിലി തന്നെയാണ്. ഭയങ്കരമായിട്ട് കെമിസ്ട്രി വർക്കൗട്ട് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരുടെയും. ഇതിൽ ഇപ്പോൾ അത് പറഞ്ഞു, കൊച്ചു കുട്ടിയടക്കം ഇത്ര കറക്റ്റായിട്ട് നിങ്ങളുടെ കൂടെ അഭിനയിക്കണമെങ്കിൽ, ഇപ്പോൾ കേശു മെർലിനും പറഞ്ഞിട്ടുണ്ട് ചില ടൈമിൽ ആദ്യകാലത്ത് കേശു പറഞ്ഞേക്കാം ആ വാവയ്ക്ക്, അതായത് നമ്മുടെ പാറുക്കുട്ടിക്ക് ഡൗട്ടായിരുന്നു, ആരാണ് ശരിക്കും എൻ്റെ അമ്മ, ഇതാണോ അതാണോ? ശരിക്കും ആ ഡൗട്ട് അവൾക്ക് ഉണ്ടായിരുന്നു. കാരണം അമ്മ, അതായത് ഇപ്പൊ നമ്മൾ ആ സെറ്റിൽ എല്ലാവരെയും അമ്മ അച്ഛൻ തന്നെയാണ് ആ മോള് വിളിച്ചിരിക്കുന്നത്. അപ്പം ഒറിജിനൽ അമ്മ ഇതിലെ അമ്മ, അത് കൺഫ്യൂഷൻ തന്നെയായിരുന്നു അവൾക്ക് ആ കാലത്ത്. അപ്പം ഞാൻ പാറു ഭയങ്കര ചെറുതാകുമ്പോഴാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. അപ്പം എൻ്റെ കൂടെ ഓടിപ്പിടിച്ച് കളിക്കാനൊക്കെ വരും. ഞാൻ കളിക്കാറും ഉണ്ട് കേട്ടോ അവളുടെ കൂടെ. എല്ലാവരെയും വിളിക്കും, നമുക്ക് കളിക്കാൻ ആള് വേണം. സോ ആ ചെറുപ്രായത്തിലും നമ്മൾ ഓടി കളിക്കും, ഇതാക്കും, ഒളിച്ചു കളിക്കും, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും അത് ഇപ്പോൾ പിക്കച്ചു ആണ്, പിക്കച്ചു കളിക്കുമോ, ഇത് കഴിഞ്ഞിട്ട് മതി, അങ്ങനെ പറയും. സോ ആ ചൈൽഡിഷ്നെസ്സോടെ നല്ല രീതിയിൽ വളരുന്നു. അടിപൊളി. ബോൺ ആക്ട്രസ് അതന്നെ വലിയൊരു നടി ഉറപ്പായി. കാരണം നമ്മളൊക്കെ കണ്ടോണ്ടിരിക്കുകയല്ലേ. അതുപോലെ ഇപ്പോൾ മെർലിൻ്റെ ഒരു എൻട്രി വൻ സംസാരമായിട്ടുണ്ട്. അനീനയുടെ ഭയങ്കരമായിട്ട് റീൽസിലാണെങ്കിൽ കേശു മെർലിൻ കോംബോ, അത് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂ വരെ എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു കോംബോനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഇവിടെ നമ്മുടെ ഈ മക്കളൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര സോ ക്ലോസ് ടു അസ്, നമ്മുടെ മക്കളെ പോലെ തോന്നും, നമ്മുടെ സിബ്ലിങ്സിനെ പോലെ തോന്നും. അങ്ങനെ അപ്പം നമ്മളെല്ലാവരും കൂടെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് വർക്ക് ചെയ്യുകയാണെന്നുള്ളൊരു ഫീലിങ്ങേ ഉണ്ടാവില്ല. ആസ് ഇഫ് നമ്മൾ ടുഗെദർലി ഒരു സംസാരിക്കുന്ന ഒരു ഫീല് തന്നെയാണ് അവിടെ അഭിനയിക്കുമ്പോഴും കിട്ടുക. ബട്ട് ദർ ഇസ് എ സ്ക്രിപ്റ്റ്, നമ്മൾ ആ സ്ക്രിപ്റ്റ് പ്രകാരമാണ് ചെയ്യുന്നത്, അല്ലാതെ നമ്മുടെ കയ്യിൽ നിന്നിട്ടിട്ടല്ല. ഓക്കെ, ബട്ട് നമ്മളെല്ലാവരും കൂടെ വർക്ക് ചെയ്യുമ്പോൾ അതൊരു രസം തന്നെയാണ്. നല്ലൊരു വൈബാണ്. അത് ശരിക്കും ക്യാമറയുടെ പുറകിലും ക്യാമറയുടെ മുമ്പിലും എല്ലാം ഒരേപോലെ അത് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നുണ്ട്. എക്സാക്ട്ലി. മെർലിൻ്റെ ആക്ടിങ് സെൻസിനെ കുറിച്ച്, മെർലിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? എനിക്ക് നല്ല ഇഷ്ടമാണ്. അതായത് അധികം അങ്ങനെ സംസാരിക്കില്ല. അനീന ഒരു പതിഞ്ഞ കുട്ടിയാണ്, പക്ഷെ എന്നാൽ നല്ല ലവിങ് ആയി പറയാനുള്ളത് കൃത്യമായിട്ട് അവൾ പറയും, പ്രസൻറ്റ് ചെയ്യും. അനീനയ്ക്ക് ഭയങ്കര ഫാൻസാണ്. ഇപ്പം നമ്മുടെ ഫാമിലിയിൽ തന്നെ എല്ലാവരും അയ്യോ ആ കുട്ടി എന്ത് രസാ, അങ്ങനെ
പറയാറുണ്ട്. ഈവൻ ഐ ലവ് ഹർ, ഐ അഡ്മയർ ഹർ വെരി വെൽ. എല്ലാവരും ഇപ്പോൾ അതിലെ ഓരോ ക്യാരക്ടറെ കുറിച്ച് പറയുകയാണെങ്കിലും എല്ലാവരെ കുറിച്ച് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ ഇതിൻ്റെ ക്യാപ്റ്റൻ ഓഫ് ഷിപ്പ് അതിൻ്റെ അച്ഛനും അമ്മയും അവരാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ 2 നെടും തൂണുകൾ. അതിൽ നിന്ന് തുടങ്ങിയതാണ്. എത്ര കാലമായിട്ട് എനിക്ക് തോന്നുന്നു ഒരു സീരീസ് ഇത്രയും കാലമായിട്ട് ആൾക്കാർ ഇങ്ങനെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന മറിമായം, ഇതേപോലെ പിന്നെ അതിൽ പണ്ടുണ്ടായിരുന്ന ഇതൊരു കുറച്ച് സീരീസൊക്കെ. പക്ഷെ അതൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇത്രയധികം എല്ലാ ഏജിലെ ആളുകളും, എല്ലാ ഏജ് കാറ്റഗറിയിലെ ആളുകൾ ഈ സീരീസ് ഫോളോ ചെയ്യുന്നുണ്ടെന്ന് ഏറ്റവും വലിയ കാര്യം. അതിൽ ബാലു, അതിൽ അച്ഛൻ്റെ അമ്മയുടെയും ആ ക്യാരക്ടറിനെ കുറിച്ചും കൂടി ഒന്ന് പറയാമോ? ഇപ്പം നമ്മളിപ്പോൾ എങ്ങനെയൊക്കെ ചെയ്താലും ബാലുചേട്ടൻ, നീലു ചേച്ചി, അതിൻ്റെ സപ്പോർട്ട് സിസ്റ്റത്തിലാണ് നമ്മൾ ഈ ഉപ്പുമുളകും പോകുന്നത്. സോ അന്ന് ഉണ്ടായിരുന്ന അതേപോലെ തന്നെയാണ് ഇപ്പോഴും വർക്ക് ചെയ്യുന്നത്. തിരക്കൊക്കെ കഴിഞ്ഞ് അവർ തിരിച്ചു വരും, ഉറപ്പായിട്ടും തിരിച്ചു വരും. നന്നായിട്ട് നമ്മുടെ ഇടയിൽ നിന്ന് കുറച്ച് പേര് ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോയിട്ടുണ്ട്. പക്ഷെ അവരൊക്കെ ഒരു ദിവസം അവരും പറഞ്ഞത് അത് തന്നെയാണ്, വരും. അവരുടെ ഇതൊക്കെ കഴിഞ്ഞ് അവരെല്ലാവരും വരട്ടെ. തിരക്കുകൾ അത് നല്ലതല്ലേ, ഹൈറ്റ്സിലേക്ക് പോകുന്നത് നല്ലതല്ലേ. ആ തിരക്കൊക്കെ കഴിഞ്ഞ് അവർ വരും. ഇംഗ്ലീഷ് കഫേ വഴി ലോകത്തെവിടെ നിന്നും ഒരു പേഴ്സണൽ ട്രെയിനറുടെ സഹായത്തോടെ വാട്സാപ്പ് വഴി നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് താഴെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് മെസ്സേജ് ചെയ്യും. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.